Hi, hello everyone. Assalamu alaikum. Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയ ട്രസ്റ്റഡ് മിൽക്ക് കേക്കിന്റെ ഒരു പാസ്ട്രി കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. രണ്ട് മുട്ട വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 മുട്ട എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ബാച്ചായിട്ട് ആക്കിയെടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ 2 മുട്ടൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ 2 മുട്ടൻ്റെ ഈ ഒരു ബാറ്റർ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഇത്രയും കൂടി ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബേക്കിംഗ് സോഡ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. അപ്പോൾ ഞാനൊരു ക്ലീൻ ആയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഇത് 3ഉം കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ്. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച്, ഒരു കയ്യിൽ കുറച്ചൊരു നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്, അതൊന്ന് ബാലൻസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസിന് മിക്സ് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നാടൻ മുട്ട ആയതുകൊണ്ടാണ് വെള്ളയിലേക്ക് കുറച്ച് മഞ്ഞളും കിണിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയൊന്നും പറ്റാണ്ട് നോക്കുക. ഇനിയിപ്പോൾ മുട്ടൻ്റെ വെള്ളയിലേക്ക് കുറച്ചൊരു 3-4 ഡ്രോപ്സ് ലെമൺ ജ്യൂസ് ഇല്ലേ, നമ്മൾ നാരങ്ങാ നീര്, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ട് നല്ല രീതിക്ക് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്യണം കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ള നല്ല ബൗളിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. തീരെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. ഇത് ബീറ്റ് ആയിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ 1/2 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ആദ്യമേ ചേർത്ത് കൊടുക്കാൻ തുടങ്ങണം കേട്ടോ. പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് ഇങ്ങനെ ചേർത്ത് കൊടുത്താലേ പഞ്ചസാര നല്ല രീതിയിൽ ഇതിൽ മിക്സായി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കടിക്കുന്ന ആ ഒരു ടെക്സ്ചറിലായി പോകും പഞ്ചസാര. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡിലെടുത്തിട്ട് നല്ല രീതിക്ക് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടൻ്റെ വെള്ളം ബീറ്റായി കഴിയുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും കേട്ടോ. ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ എല്ലാം ആ ഒരു ടെക്സ്ചറാണ് ഉണ്ടാവുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആ വിസ്കലൊന്ന് നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ട് മുട്ടൻ്റെ മഞ്ഞയും കൂടി ബീറ്റ് ചെയ്യുക. മഞ്ഞ അത്ര ഭയങ്കരമായിട്ട് സ്പീഡിൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ ലോ സ്പീഡിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പാലും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ചൊരു മീഡിയം സ്പീഡിലാക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ മുട്ടൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും എല്ലാം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബുഷിൻ്റെ ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ബുഷിൻ്റെ വാനില എസൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഫ്ലേവർ അധികമുള്ള ഒരു വാനില എസൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ ആഡ് ആക്കുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള വാനില എസൻസിൻ്റെ അളവ് പോലെ നിങ്ങൾക്ക് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ എത്രയാണെന്ന് വെച്ചാൽ ചേർക്കുക. അപ്പം വാനില എസൻസ് കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മഞ്ഞയുടെ മിക്സിലേക്ക് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെച്ച ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 1/3 ഭാഗം ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് കുറച്ചായിട്ട് അങ്ങനെ ചേർത്തിട്ട് മെല്ലെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് പിന്നെ ഭയങ്കര സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ബീറ്റ് ചെയ്യേണ്ട തന്നെ ആവശ്യമുണ്ടെന്നില്ല, നിങ്ങൾക്കൊരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഞാൻ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഒരു സ്പാച്ചിലയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് സൈഡിൽ നിന്നെല്ലാം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിലേക്ക് മിക്സ് ആക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ സൈഡിലേക്ക് വേണം കേട്ടോ മിക്സ് ആക്കാൻ. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇളക്കിയെടുത്ത് മിക്സ് ആക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തന്നെ ആയിട്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഈ ഒരു മഞ്ഞേൻ്റെ മിക്സിലേക്ക് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെച്ച ആ ഒരു മുട്ടൻ്റെ വെള്ളൻ്റെ മിക്സ് ഉണ്ടല്ലോ ബീറ്റ് ചെയ്ത് വെച്ചത്, അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഭയങ്കര ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും സാധാരണ ഒരു നോർമൽ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ടെക്സ്ചറിലല്ല ഉള്ളത്. അപ്പോൾ ഇത് ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. നല്ല ഒരു മിൽക്ക് കേക്ക് ആണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതാ ഈ ഒരു ബാറ്റർ ഞാൻ ഈ ഒരു സ്ക്വയർ ടിന്നിലേക്കാണ് കേട്ടോ ഒഴിക്കുന്നത്. ഞാനിങ്ങനെ പാസ്ട്രി കേക്കാണല്ലോ ആക്കുന്നത്, അതുകൊണ്ട് സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രമാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതിലേക്ക് അടിയിൽ മാത്രമേ ബട്ടർ പേപ്പർ വെക്കുന്നുള്ളൂ. അങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് 2-3 ഡ്രോപ്സ് ഗീ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് നല്ല രീതിക്ക് സ്പ്രെഡ് ആക്കിയിട്ട് ബട്ടർ പേപ്പർ ഒന്ന് തിരിച്ച് വെച്ചിട്ട്
ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗീൻ്റെ ഫ്ലേവർ നല്ല രീതിക്ക് അങ്ങനെ കേക്കിൽ എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചു വെച്ച് കൊടുത്തത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ കണ്ട നല്ല ഒരു ലൂസായിട്ട് കാണുമ്പോൾ തന്നെ ഒരു ക്രീമി ടെക്സ്ചർ ആണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ കേക്കും അതുപോലെ തന്നെയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. 2 മുട്ടക്കാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊന്തി വന്ന് കുറച്ച് നല്ല തടിയല്ലായിട്ട് നല്ല കാണാൻ നല്ല ലുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ബട്ടർ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവറാക്കുന്നുണ്ട്. ക്ലിങ് ഫിലിം ഉണ്ടായിട്ടില്ലേനു. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഓവൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു ബിരിയാണി പോട്ടിലാണ് കേട്ടോ വെക്കുന്നുണ്ടായത്. അതിൽ ജസ്റ്റ് ഒരു റിങ് വെച്ച് അതിൻ്റെ മേലെയാണ് ഈ ഒരു ബൗൾ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ 1.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അരമണിക്കൂറായിട്ടും ഒരു മാറ്റം ഇല്ലാത്തതുകൊണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തിന്. അതുകൊണ്ടാണ് 1.5 മണിക്കൂർ ഉണ്ടെങ്കിലും ആയി കിട്ടിയത്. അപ്പം നിങ്ങളടുത്ത് ഓവൺ ഉണ്ടെങ്കിൽ ഓവണിൽ വെക്കാം, അല്ലെങ്കിൽ കുക്കറിലാണെങ്കിൽ കുക്കറിലാക്കി എടുക്കാം. ഞാൻ നോർമലി കുക്കറിലാണ് ടാക്കലി. അങ്ങനെയാണെങ്കിൽ ഒരു 30-35 മിനിറ്റ് കൊണ്ട് എല്ലാം അങ്ങ് സെറ്റ് ആയിക്കോളും. നമ്മളിപ്പോൾ മിൽക്ക് കേക്കാണല്ലോ ആക്കിയെടുക്കുന്നത്. അപ്പം അതിങ്ങനെ പാലിൽ കുളിച്ച പോലത്തെ ഒരു കേക്കാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സിറപ്പ് ആക്കിയെടുക്കലാണ്. അപ്പോൾ ഒരു ജഗ്ഗിലേക്ക് 1 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, ബീറ്റ് ചെയ്യാത്ത വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ടൈം മുന്നേ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് വിപ്പിംഗ് ക്രീം. പിന്നെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിറപ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു സ്പൂണ് വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള 2 മുട്ടൻ്റെ ആ ഒരു കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടി വരും കേട്ടോ. എത്രയും ക്വാണ്ടിറ്റി ഒഴിക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ കേക്ക് എത്രത്തോളം വെറ്റ് ചെയ്യുന്നോ അത്രത്തോളം ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് സെറ്റായി. കേക്ക് തണിയുന്നത് വരെ അതങ്ങ് ഫ്രിഡ്ജിൽ നിന്നോളും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നടുക്കൊരു ഹോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആയിനോ കുക്കായിനോ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയതാണ്. അപ്പോൾ ഒരു കുണ്ടായിപ്പോയി. ഇനിയിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതാ നല്ല രീതിക്ക് എല്ലായിടത്തും ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സിറപ്പ് ഇതിലേക്ക് നമുക്ക് ഒഴിക്കേണ്ടതല്ലേ. അപ്പോൾ ഇത് കേക്ക് നന്നായിട്ട് ആ സിറപ്പെല്ലാം ഒന്ന് വലിച്ച് കുടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ ഈ ഒരു സിറപ്പ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് തന്നെയാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു ക്വാണ്ടിറ്റിയിൽ ഈ ഒരു കേക്കിൽ മൊത്തത്തിൽ ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വേറൊരു കേക്കും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പണി കിട്ടിയോണ്ട് തന്നെ ഞാൻ അടുത്ത കേക്ക് കുക്കറിലാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുണ്ടായത്. പിന്നെ ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് മാത്രമേ വിപ്പിംഗ് ക്രീം വേണ്ടി വരൂ. കേക്കിന് സാധാരണ നോർമൽ കേക്കിന് ആവശ്യമുള്ള അത്രയും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതാ ഞാൻ രണ്ടാമതാക്കി വെച്ച കേക്കിലേക്കും ഇങ്ങനെ ഈ ഒരു സിറപ്പ് നല്ല രീതിക്ക് ഒഴിച്ചിട്ട് വെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സിറപ്പ് ഒഴിച്ചതിന് ശേഷം അത് ഫ്രിഡ്ജിൽ ഒരു 1-2 മണിക്കൂറെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു സിറപ്പ് കേക്ക് മൊത്തത്തിൽ അങ്ങ് കുടിച്ചിട്ട് കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത്രയും ടൈമായിട്ട് എൻ്റെ വീഡിയോക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാണ്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാമാണ് നമുക്ക് ഇനിയും വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഈ കേക്കിൻ്റെ മേലേക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇതിന് കുറച്ച് ക്വാണ്ടിറ്റി വേണം കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പാസ്ട്രി കേക്ക് അങ്ങനെ ആ ഒരു ടൈപ്പിലാണല്ലോ ഉണ്ടാക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ടോപ്പിങ്ങിൽ ചെറിയൊരു ഫ്ലവർ എല്ലാം വെച്ച് ചെറിയും വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡെക്കറേഷൻസ് എല്ലാം നടത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി വന്ന് ആ ഒരു സിറപ്പ് ഉണ്ടല്ലോ അത് ആ ഒരു ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് പുറത്തേക്ക് ഒരു ആവശ്യത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ അപ്ലോഡ് ആക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇങ്ങനെ സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് കേക്ക് മൊത്തത്തിൽ അബ്സോർബ് ആക്കിയിട്ട് നല്ല കേക്കിന് പിന്നെയും കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് കേക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള പോലെ തന്നെ ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കേക്ക് ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ടൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. ബൈ.